അപകടാവസ്ഥയിലായിരുന്ന പെരുമൺ പാലത്തിന്റെ തൂണ് റെയിൽവേ അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് തൂണ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ജോലികൾ ആരംഭിച്ചത്. വിള്ളൽ സംഭവിച്ച തൂണിന്റെ ഭാഗം കൊത്തിമാറ്റിയ ശേഷം തുരുമ്പ് കളയാനുള്ള കെമിക്കൽ ലായനി തളിച്ച് വൃത്തിയാക്കി. തുടർന്ന് തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ലായനി തളിച്ചതിന് ശേഷമാണ് വിള്ളൽ സംഭവിച്ച ഭാഗം പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊളിഞ്ഞിരുന്ന ഭാഗങ്ങൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം കമ്പി തുരുമ്പ് എടുത്ത് തുരുമ്പ് ഉണ്ടാകാതിരിക്കാനുള്ള ഓയിലടിച്ചിട്ട് കെമിക്കൽ അടിച്ചിട്ട് പ്ലാസ്റ്റിക് കെമിക്കൽ ചേർത്ത് പ്ലാസ്റ്റിക് ചെയ്തിട്ട് പെയിൻ്റ് ലെവൽ ചെയ്ത് അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആ പ്ലാസ്റ്റിക് മാത്രം ഇളകുന്നുള്ളതേ, കമ്പിക്ക് പുറത്ത് പ്ലാസ്റ്റിക് മാത്രം കുറച്ച് ഇളകുന്നുള്ള ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിന് റെയിൽവേയുടെ ബ്രിഡ്ജസ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് തൂണിന്റെ ബലപ്പെടുത്തൽ ജോലികൾ നടത്തിയത്. പെരുമൺ പാലത്തിന്റെ ഒരു തൂണ് അപകടാവസ്ഥയിലാണെന്ന് ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്നാണ് റെയിൽവേ സേഫ്റ്റി വിഭാഗം പെരുമൺ പാലം സന്ദർശിക്കുകയും അപകടാവസ്ഥയിലായ പാലത്തിന്റെ തൂണിന്റെ അവസ്ഥ മനസ്സിലാക്കിയിരുന്നത്. തൂണിന്റെ 3.5 അടിയോളം ഭാഗത്തായിരുന്നു വിള്ളൽ സംഭവിച്ചത്. പെരുമൺ അപകടം നടന്നതിന് ശേഷം പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ പാലത്തിന്റെ തൂണിലാണ് വിള്ളൽ കണ്ടത്. കായലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് വിള്ളൽ കണ്ടിട്ടുള്ളത്. ജയമോഹൻ തമ്പി, ന്യൂസ് ബ്യൂറോ, കൊല്ലം.